കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഗാൽവാനിക് സീരീസ് ആയിരുന്നു അല്ലെ? എന്താണ് ഗാൽവാനിക് സീരീസ്? ഗാൽവാനിക് സീരീസും ഇലക്ട്രോ കെമിക്കൽ സീരീസും തമ്മിലുള്ള ഡിഫറൻസ് അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് ഈ ഒരു ക്ലാസ് കൊണ്ട് എൻഡ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാഥോഡിക് പ്രൊട്ടക്ഷൻ. എങ്ങനെയാണ് ഒരു സർഫസിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്നുള്ള മെത്തഡിലൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, റസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് നോക്കി വരാൻ പറഞ്ഞല്ലോ, ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ട് ഒരു സർഫസിനെ, ഒരു മെറ്റൽ സർഫസിനെ റസ്റ്റിങ്ങിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ? പെയിന്റിങ്. ഓക്കെ, വിഷ്ണു എന്ന് പറഞ്ഞതുപോലെ നവീത. ഓക്കെ, പെയിന്റിങ്. പെയിന്റിങ്ങിലൂടെ ആ സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാം. എനി അതർ മെത്തേഡ്? സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫ് ഗാൽവനൈസേഷൻ അത് കേട്ടിട്ടില്ല? ഗാൽവനൈസേഷൻ ഓർ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ഈ കൊറോഷൻ നടക്കാവുന്ന സർഫസിനെ സിങ്കിന്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. സിങ്കിന്റെ ഒരു കോട്ടിങ് കൊടുത്ത് ആ കൊറോഷൻ നടക്കാവുന്ന സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് ഈ ഗാൽവനൈസേഷൻ ഓർ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. കേട്ടിട്ടാണല്ലോ, ഗാൽവനൈസ്ഡ് പൈപ്സ്. ഓക്കെ, അപ്ലൈ ഓയിൽ. ഓക്കെ, നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന പല സർഫസിലും ഓയിൽ യൂസ് ചെയ്തിട്ട് കൊറോഷനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ നവീത്, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ആനോഡിലാണോ കാഥോഡിലാണോ ഈ കൊറോഷൻ നടക്കുന്നത്? കൊറോഷന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് കാഥോഡിലാണോ ആനോഡിലാണോ? യെസ്, ഇറ്റ് ഈസ് ഹിയർ. ആനോഡിലാണ് കൊറോഷൻ നടക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ we can make the surface, or we can convert the entire surface into cathodic. Thereby we can protect the surface. You know, ആനോഡ് റീജിയനിലാണ് കൊറോഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സർഫസിനെ കംപ്ലീറ്റ് ആയിട്ട് കാഥോഡ് ആയിട്ട് മാറ്റിയാൽ കൊറോഷൻ നടക്കുന്നത് കുറയ്ക്കാം. റൈറ്റ്? അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. And it is an electrochemical method. This is used to reduce the corrosion on metallic structures that are exposed to electrolytes such as soils and water. We know this soils and water. Soils and water will act as the electrolyte for the corrosion reaction. And when these metals come in contact with soils and water, there will be corrosion. We need to protect those surfaces from corrosion. So that we are applying this method, this electrochemical method. Here we are providing electric charge or electrons. We are providing electric charge to the metal surface using an external source. We are supplying electrons or charges to a metallic surface using an external source. Then we can convert the entire region into cathodic. And we know anodic region will corrode, cathodic region will remain unaffected.
So, in short, in cathodic protection, we are eliminating anodic sites and convert the entire metal into cathodic site. കാത്തോഡിക് പ്രൊട്ടക്ഷനിൽ നമ്മൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള മെറ്റൽ സർഫസിലേക്ക്, അത് കൊറോഷൻ നടക്കാവുന്ന ആനോഡിക് റീജിയനിലേക്ക് ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലേക്ക് ചാർജ് അപ്ലൈ ചെയ്യുന്നു. ആ പ്രൊവൈഡിങ്ങിലൂടെ സർഫസ് എൻറ്റയർ ആയിട്ട് കാത്തോഡിക്കായി മാറും. കാത്തോഡിക് റീജിയനിൽ ഈ ഒരു ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ കൊറോഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ സർഫസ് പ്രൊട്ടക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് കാത്തോഡിക് പ്രൊട്ടക്ഷൻ. ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ? എടാ ബാക്കിയുള്ളവരോ? This is a method of applying electric charge to metal surface. എങ്ങനെയാണ് ഈ കാഥോഡിക് പ്രൊട്ടക്ഷൻ നടക്കുന്നത്? And for that we are using electroless plating. You may heard about electroplating. ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോപ്ലേറ്റിംഗും ഉണ്ട്, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിലാണ്. ഇലക്ട്രോപ്ലേറ്റിംഗും ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി പറയുന്നത് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിൽ we are not using current. In electroplating we are using current, and in electroless plating there is no need of electricity. അതാണ് ഒരു മെയിൻ ഡിഫറൻസ് പറയുന്നത്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിങ്ങിനെ റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇലക്ട്രോലെസ് പ്ലേറ്റിങ്ങിന് കുറെ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മുടെ സിലബസിൽ ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിലാണ്. വാട്ട് ഈസ് ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്? It's a method of depositing a metal from its salt solution. We have to deposit metal from its salt solution. And we know in salt solution it will exist as ions. So, അതിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ, മെറ്റലിന്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിൽ ആ മെറ്റൽ അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു മെറ്റലിന്റെ തന്നെ അയോണിക് സൊല്യൂഷനിൽ ആ മെറ്റൽ അയോൺസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. We are depositing this metal from its salt solution on a catalytically active surface of the metal to be plated using a suitable reducing agent without using electrical energy. എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ്? We are depositing a metal from the salt solution. We have metal ions in the solution, and we are using a reducing agent. Using this reducing agent, we can reduce the metal ion. It will be converted into its metal state, and this metal is deposited on a catalytically active surface of the metal. ഈ രണ്ട് മെറ്റലും ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നിക്കലിന്റെ ഒരു പ്ലേറ്റിംഗ് ആണ് വേണ്ടത്. നിക്കൽ മെറ്റൽ, we have to provide a surface. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്, ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്, ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. If we are using nickel plating, we need a solution containing nickel ions. We need a solution containing nickel ions. And that nickel ions, on reaction with reducing agent, get reduced to nickel, Ni2 plus
plus reducing agent gives Ni. It is the metal. And that metal is deposited on a catalytically active surface of the metal. Consider an iron metal. നോർമലി കൊറോഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം അയൺ അല്ലെങ്കിൽ സ്റ്റീൽ അതുപോലെയുള്ള സർഫസിലാണ് നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഒരു സർഫസിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കുന്നു. അങ്ങനെയുള്ള കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലില് ആ സർഫസിലേക്ക് വേറെ ഒരു മെറ്റലിനെ അതിന്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് മെറ്റലായി ഡെപ്പോസിറ്റ് ചെയ്തു. അയൺ മെറ്റലിന്റെ മുകളിൽ നിക്കൽ അയോൺസിന്റെ റിഡക്ഷൻ നടന്ന് അത് നിക്കൽ മെറ്റലായി ആ നിക്കൽ മെറ്റലിനെ അയൺ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നിക്കൽ പ്ലേറ്റിംഗ് ആണെങ്കിൽ അയൺ സർഫസ് എടുക്കുന്നു, അതിനെ കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആക്കി മാറ്റുന്നു. ഇനി ഈ നിക്കൽ അയോൺസിനെ നിക്കലായി, അതായത് അതിന്റെ മെറ്റലായി റെഡ്യൂസ് ചെയ്തു, ആ നിക്കലിനെ അയൺ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെ അയൺ സർഫസിനെ നമ്മൾ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തു. ഇതാണ് ഇവിടെ നടക്കുന്ന ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന, ഞാൻ പറയാൻ കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റലും നമ്മൾ എടുക്കുന്ന മെറ്റലിന്റെ സർഫസും രണ്ടും ഡിഫറെന്റ് ആണ്. ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത്, you are depositing metal from its salt solution and we need a suitable reducing agent for the reduction of this metal ion. യൂസ് ചെയ്തിരിക്കുന്ന ഈ സോൾട്ട് സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസിനെ റെഡ്യൂസ് ചെയ്യാനുള്ള റെഡ്യൂസിങ് ഏജന്റ് റിക്വയർഡ് ആണ്. ഈ ഡെപ്പോസിഷൻ നടക്കുന്നത് കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അതർ സർഫസിലാണ്. കാറ്റലിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള അയൺ സർഫസിലാണ്. ഓക്കെ, ഇലക്ട്രോലെസ് പ്ലേറ്റിംഗും ഇലക്ട്രോപ്ലേറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. We are not using electricity in case of electroless plating. So ആ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? Here we have a metal surface. Consider it as iron. അയൺ എന്നുള്ള മെറ്റൽ സർഫസ് നമുക്കുണ്ട്. ഈ അയൺ സർഫസിനെയാണ് കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ സർഫസിലേക്ക് ഒരു മെറ്റലിന്റെ ഡെപ്പോസിഷൻ ചെയ്യാൻ, ഒരു മെറ്റലിന്റെ ഡെപ്പോസിറ്റ് ഫോം ചെയ്യാൻ, ആ മെറ്റൽ നമുക്ക് നിക്കലാക്കി എടുക്കാം. സോ നിക്കൽ മെറ്റലിനെ കൊറോഷൻ സംഭവിക്കാവുന്ന അയൺ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇലക്ട്രോലെസ് പ്ലേറ്റിംഗിൽ എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ നിക്കൽ അയോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു. ആ സൊല്യൂഷനിലേക്ക് റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്യുന്നു. സോ സൊല്യൂഷനിലുള്ള നിക്കൽ അയോൺസും റെഡ്യൂസിങ് ഏജന്റും കൂടെ റിയാക്ട് ചെയ്ത് നിക്കൽ മെറ്റൽ കിട്ടും. ആ നിക്കൽ മെറ്റലാണ് അയൺ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അയൺ സർഫസിനെ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തു. അതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ക്ലിയർ ആണോ? അവിടെ കൺഫ്യൂഷൻ വരാവുന്ന ഒരു കാര്യം, ഈ ഒരു മെറ്റലും ഈ ഒരു മെറ്റലുമാണ്. ഇവിടെ എടുക്കുന്ന ഡിഫറെന്റ് മെറ്റലാണ്, ഈ സർഫസ് വേറെ മെറ്റലാണ്. കൊറോഷൻ നടക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റൽ. അതിന്റെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നിക്കൽ പ്ലേറ്റിങ്ങും കോപ്പർ പ്ലേറ്റിങ്ങും പഠിക്കാറുണ്ട്.
അത് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനു മുമ്പ് കറ്റാലിസിസ് അറിയാലോ? വാട്ട് ഈസ് കറ്റാലിസിസ്? വാട്ട് ഈസ് കാറ്റലിസ്റ്റ്? സ്പീഡപ്പ് ചെയ്യാനും സ്പീഡപ്പ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാനും യൂസ് ചെയ്യും അല്ലെ? റിയാക്ഷന്റെ സ്പീഡ് ആൾട്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൾട്ടർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സ്പീഡപ്പ് ചെയ്യാനും സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ കാണിച്ചേ. ഓക്കെ, then this is an autocatalytic plating. What is autocatalysis? Autocatalysis. Autocatalysis. Autocatalysis എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷനിലുള്ള പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. വൺ ഓഫ് ദ റിയാക്ഷൻ പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷനിൽ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനെയാണ് ഓട്ടോകറ്റാലിസിസ് എന്ന് പറയുന്നത്. Okay, then what is electrolysis plating of nickel? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ we have surface of solid substrate like metal or plastic. അതിപ്പം ഒരു അയൺ സർഫസ് കൺസിഡർ ചെയ്യാം. ആ അയൺ സർഫസിലേക്ക് നിക്കലിനെ പ്ലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇലക്ട്രോലിസ് പ്ലേറ്റിംഗ് ഓഫ് നിക്കൽ ചെയ്യുന്നത്? ഒരു അയൺ സർഫസിലേക്ക് എങ്ങനെയാണ് നിക്കൽ പ്ലേറ്റിംഗ് ചെയ്യുന്നത്? ഇലക്ട്രോലിസ് നിക്കൽ ഫോസ്ഫറസ് ആ കോമ്പൗണ്ട് ആണ് പ്ലേറ്റ് ചെയ്യുന്നത്. അതാണ് നിക്കൽ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. Electrolysis nickel phosphorus plating is a chemical process that deposits an even layer of nickel phosphorus alloy on the surface of a solid substrate like metal or plastic. ഒരു മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർഫസിലേക്ക് നിക്കൽ ഫോസ്ഫറസ് അലോയെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോലിസ് നിക്കൽ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആ പ്രോസസ് എങ്ങനെയാണ്? അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Then what are the advantages of electrolysis plating of nickel? What are the applications? ഇതൊക്കെയാണ് നമുക്ക് നോക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഒരു സർഫസിലേക്ക് നിക്കൽ ഫോസ്ഫറസ് അലോയെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഈ ഒരു പ്ലേറ്റിംഗിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? We have to check it. And there are some steps involved in electrolysis plating of nickel. There are some steps. The first step, that is pre-treatment and activation of the surface. Pre-treatment and activation of the surface. നമ്മുടെ കയ്യിലുള്ള അയൺ സർഫസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽ, അതർ മെറ്റൽ ആവാം, പ്ലാസ്റ്റിക് ആവാം, അങ്ങനെയുള്ള സർഫസിനെ ആദ്യം പ്രീ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ചെയ്യണം. അതിനുശേഷം ആ സർഫസിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. That is before nickel plating, we have to clean the surface of the metal, and for that this step is used. We have to clean the surface of the metal. For that we have to degrease the surface using organic solvents or alkali, and it is followed by acid treatment. എങ്ങനെയാണ് പ്രീ ട്രീറ്റ്മെന്റ് മെത്തേഡ് ചെയ്യുന്നത്? നമ്മുടെ സർഫസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. For that we have to remove oils, grease, etc. from the surface of the metal. Degrease means ആ സർഫസിലുള്ള ഗ്രീസും ഓയിലും ഒക്കെ റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഓർഗാനിക് സോൾവൻസ് ഓർ ആൽക്കലി,
are used. ഈ ഓർഗാനിക് സോൾവെന്റ്സും ആൽക്കലിയും ഒക്കെ യൂസ് ചെയ്ത് ആ സർഫസിലുള്ള ഓയിൽ, ഗ്രീസ്, അതുപോലെ ഓക്സൈഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. ഓൾറെഡി ആ സർഫസിൽ കൊറോഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഒക്കെ റിമൂവ് ചെയ്ത് ആ സർഫസ് ക്ലീൻ ആക്കി വെക്കണം. ആദ്യത്തെ പ്രോസസ് നമ്മൾ ചെയ്തു, പ്രീ ട്രീറ്റ്മെന്റ്. Then it is followed by an acid treatment. If we are taking these surfaces, നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് ഏതൊക്കെ സോൾവെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് നോക്കുന്നത്. ഇഫ് യു ആർ യൂസിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഒരു സ്റ്റീൽ സർഫസിലാണ് നിക്കൽ കോട്ടിങ് വേണ്ടതെങ്കിൽ, we have to dip that surface in hot solution of 50% diluted sulfuric acid. സോ ഓരോ സർഫസിനെയും ഓരോ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ രീതിയിലാണ് പ്രീ ട്രീറ്റ്മെന്റും ആക്ടിവേഷനും ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസ് ആണെങ്കിൽ 50% ഡൈല്യൂട്ട് H2SO4 സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യും. Magnesium alloy ആണ് നമ്മുടെ സർഫസ് എങ്കിൽ we have to apply a thin coating of zinc and copper. And for copper, aluminum and alloys like brass, there is no need to activate. If we are using plastic or glasses as the surface to be protected from corrosion, we have to dip that surface in a solution containing stannous chloride SnCl2 and HCl, followed by dipping in palladium chloride PdCl2 solution. So ഇങ്ങനെ സർഫസ് ഡിഫർ ചെയ്യുന്നതിനനുസരിച്ച് പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് ആക്ടിവേഷൻ പ്രോസസ്സ് ഡിഫർ ചെയ്യുന്നു. ഇതൊക്കെയാണ് സർഫസ് എങ്കിൽ ഈ രീതിയിലൊക്കെയാണ് പ്രീ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. That is the first step. We have to clean the surface before, so we have to do pre-treatment and activation of the surface. Okay ആണോ? Okay, miss. Then the second step, ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർഫസിനെ ഒരു പ്ലേറ്റിംഗ് ബാത്തിലേക്ക് ഡിപ്പ് ചെയ്യും. പ്ലേറ്റിംഗ് ബാത്ത് എന്ന് വെച്ചാൽ അതിൽ കുറേ അധികം കെമിക്കൽസ് ഉണ്ടാവും. ആ ഓരോ കെമിക്കലിനും ഓരോ ഡ്യൂട്ടിയാണ്, ഓരോ ഫംഗ്ഷനാണ്. ഈ പ്ലേറ്റിംഗ് ബാത്തിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, we have to set it. We are using NiCl2, the solution containing Ni2 plus ions. NiCl2. It is used for coating the surface. നിക്കൽ പ്ലേറ്റിംഗ് ആണ്, അതുകൊണ്ട് നിക്കൽ മെറ്റൽ ആണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിക്കൽ അയോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എടുക്കും, നിക്കൽ ക്ലോറൈഡ്. And we know we need a reducing agent. We are choosing sodium hypophosphate as the reducing agent. It is used for reducing Ni2 plus to Ni, for reducing nickel ions to nickel metal. And we need a sodium succinate as the complexing ligand or complexing agent. നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് we are using complexing agent for increasing the quality of the reaction. ഇതിനു വേണ്ടിയിട്ടാണ് organic acids like sodium succinate are used. And we have to maintain the pH.
of the plating bath. So we are adding sodium acetate buffer in the plating bath. The plating bath consists of these ingredients, and these are the functions of those ingredients. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സർഫസിനെ പ്ലേറ്റിംഗ് ബാത്തിലേക്ക് ഡിപ്പ് ചെയ്തു. ഇനി അവിടെയാണ് റിയാക്ഷൻസ് നടക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻസ്? സെർട്ടൻലി അവിടെ ഒരു ആനോഡും കാഥോഡും ഉണ്ടാവും. You know, at the anode, oxidation will be the reaction, and the reducing agent, sodium hypophosphate, get oxidized. H2PO2 minus gets oxidized to H2PO3 minus, and there will be loss of electrons. This is the reaction happening at the anode. The reducing agent, sodium hypophosphate, gets oxidized. And at the cathode, here there will be a reduction reaction, and the nickel ions in NiCl2 will accept electrons and get reduced to nickel ions. Sorry, nickel metal. Nickel ions accept electrons and get reduced to nickel metal. This nickel metal will deposit on the metal surface to be protected from corrosion. ഏത് സർഫസിനെയാണോ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആ സർഫസിലേക്ക് ഈ നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യും. We can write the net reaction for electrolysis plating of nickel. Here we have our metal ion Ni2 plus. This is the reducing agent, and the metal ion gets reduced to metal. Reducing agent gets oxidized. This metal will be deposited on the surface to be protected from corrosion. So there are two steps for electrolysis plating of nickel. Firstly, we have to subject the surface to a pre-treatment and activation process. Second one, we have to immerse that surface in a plating bath, and there will be corresponding reactions at anode and cathode. Finally, metal get deposited on the surface. Okay, ആണോ? ഈ സ്ലൈഡ്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ, ഇൻവേഴ്സിലേക്ക് അപ്ലോഡ് ചെയ്യാം. Then copper plating. ഇതിലുള്ള ആപ്ലിക്കേഷൻസ്, നിക്കൽ പ്ലേറ്റിങ്ങിന്റെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും എനിക്ക് തോന്നുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോയിന്റ് ഒന്നും ഇല്ല. ഡെയിലി ആപ്ലിക്കേഷൻസ് ആണ്. ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്നു. ദെൻ ഇൻ automotive fields, and for in the case of polymers, ABS plastic, it is a polymer. അത് നമുക്ക് പഠിക്കാനുണ്ട്, ABS കോപോളിമർ. അതിലൊക്കെ ഇലക്ട്രോളിസ് നിക്കൽ പ്ലേറ്റിംഗ് അപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെയാണ് നോർമൽ ആപ്ലിക്കേഷൻസ്.
ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. Advantages. We know for electronless plating there is no electricity is required, and it can be carried out in insulators and semiconductors. We can apply electroless nickel plating on irregular shaped objects. We will get an uniform coating on these irregular objects, and the deposits are compact and highly adherent. അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന പോയിന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അത് നോക്കിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ബട്ട് ഈ ഒരു ഇലക്ട്രോണിക്സ് നിക്കൽ പ്ലേറ്റിങ്ങും കോപ്പർ പ്ലേറ്റിങ്ങും ഒക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാമല്ലോ. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. Then how can we do electroless plating of copper? അപ്പുറത്ത് മാറിക്കാം. Nickel plating. Okay. ഓക്കെ. നിക്കൽ പ്ലേറ്റിംഗിൽ നിന്ന് നമുക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പ് പ്രീ ട്രീറ്റ്മെന്റ് ആണ്. ഇവിടെയും ആദ്യത്തെ സ്റ്റെപ്പ് പ്രീ ട്രീറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്ലേറ്റിംഗ് ബാത്തിലേക്ക് സർഫസിനെ ഡിപ്പ് ചെയ്യുന്നതാണ്. സോ സ്റ്റെപ്സ് സിമിലർ ആണ്. യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന് പ്ലേറ്റിംഗ് ബാത്തിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോളിസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ. It is a chemical process that deposits an even layer of copper, since it is electroless plating of copper. So we have to deposit an even layer of copper on the surface of a solid substrate like metal or plastic. അവിടെ നിക്കൽ പ്ലേറ്റിംഗിൽ നിക്കൽ ആയിരുന്നെങ്കിൽ ഇവിടെ കോപ്പർ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പ്രീ ട്രീറ്റ്മെന്റിൽ സർഫസിനെ നോക്കിയിട്ടാണ് ഏത് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യണം എന്ന് നോക്കുന്നത്. ഏത് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് സർഫസ് ക്ലീൻ ചെയ്യണം എന്ന് ആദ്യത്തെ സ്റ്റെപ്പിൽ നോക്കുന്നത്. അത് രണ്ട് കേസിലും കോമൺ ആണ്. സർഫസ് എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം, അത് രണ്ട് കേസിലും കോമൺ ആണ്. ഡിഫർ ചെയ്യുന്നത് പ്ലേറ്റിംഗ് ബാത്തിലാണ്. നമുക്കറിയാം കോപ്പർ പ്ലേറ്റിംഗിലാണെങ്കിൽ കോപ്പർ അയോൺസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലേറ്റിംഗ് ബാത്താണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ വി ആർ യൂസിങ് കോപ്പർ സൾഫേറ്റ് ആസ് ദ സോഴ്സ് ഓഫ് കോപ്പർ. ഇൻ കോപ്പർ സൾഫേറ്റ് Cu exists in the Cu2 plus oxidation state. So copper sulfate is used as the source of copper and the corresponding reducing agent formaldehyde HCHO. It is used as the reducing agent. And the reaction will happen in a basic medium. So we need caustic as it is used for the basic medium. It is used to provide basic medium. And there will be some complexing agents which can be amines, gluconides, glucoheptanoids, EDTA and tartarates. This can be used as the complexing or chelating ligand. കോപ്പർ പ്ലേറ്റിംഗിന്റെ പ്ലേറ്റിംഗ് ബാത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. Then what are the reactions? The chemical reactions during electroless copper plating. We know we are using caustic because we need a basic medium. We are maintaining that pH using a buffer solution. And the optimum temperature for the reaction, it is 25 degrees Celsius. And the various reactions at anode and cathode. At anode, formaldehyde, which is our reducing agent, gets oxidized. There will be
loss of electrons. At the anode, oxidation reaction will happen, and at the cathode, the reduction will be happen. Copper ions gets reduced to copper metal. ഈ കോപ്പർ മെറ്റൽ ആണ് ആ സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. You can write the net reaction for the electroless plating of copper. The reducing agent gets reduced. Metal ions the reducing agent gets oxidized. The metal ion gets reduced, and it will be deposited on the surface to be protected from corrosion. എക്സാമിന് കോപ്പർ പ്ലേറ്റിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ മറന്നു പോയിട്ട് പ്രീ ട്രീറ്റ്മെന്റ് ആൻഡ് ആക്ടിവേഷൻ ഓഫ് ദ സർഫസ്. അതിൽ ഏതൊക്കെ സർഫസ് ആണെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, നിക്കൽ പ്ലേറ്റിംഗിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റ്സ് എഴുതുക. അതിനുശേഷം പ്ലേറ്റിംഗ് ബാത്ത് എന്ന് എഴുതിയിട്ട് അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ആ ഇൻഗ്രീഡിയൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. കോപ്പർ സൾഫേറ്റ് കോപ്പർ അയൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെയുള്ള ഫങ്ഷൻസ് എഴുതുക. അതിനുശേഷം എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്, ആനോഡിലും കാഥോഡിലും നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താണ്, ആ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഈ കോപ്പർ മെറ്റൽ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സർഫസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ നെറ്റ് റിയാക്ഷൻ എഴുതുക. ഓക്കെയാണ്. എക്സാമിന് കാഥോഡിക് പ്രൊട്ടക്ഷൻ ഇവരുള്ള യൂണിവേഴ്സിറ്റി എക്സാമിന് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ഇലക്ട്രോലസ് പ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ എന്താണ് കോപ്പർ പ്ലേറ്റിംഗിന്റെ ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ലിഥിയം അയോൺ സെല്ലിന്റെ ഒരു നോട്ട് ഞാൻ തന്നിരിക്കുന്ന നോട്ടിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു റോയ് കെ വർഗീസ് സാറിന്റെ ബുക്കിൽ നോക്കിയിട്ട് എഴുതിയത് കൊണ്ട് അതിൽ ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഷെയർ ചെയ്യാം. ഇത് ക്ലിയർ ആണല്ലോ അല്ലെ?